അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വാർത്തകളും ഒരുപാട് വീഡിയോസുകളും നമ്മുടെ ഫോണുകളിലേക്ക് കയറി വരും. എന്നാൽ അതിനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുമ്പോൾ നാം ചില കാര്യങ്ങൾ നിർബന്ധമായും ചിന്തിക്കേണ്ടതുണ്ട്. ഇത് സത്യത്തിൽ വാസ്തവത്തിൽ നടന്ന സംഭവമാണോ, അല്ല ഇത് ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴത്ത് എഴുതിയിട്ടുള്ള ക്യാപ്ഷൻ എന്താണ്, ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കിയായിരിക്കണം നാം മറ്റുള്ളവരിലേക്ക് വീഡിയോകൾ ഷെയർ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ സാധാരണഗതിയിൽ എല്ലാവരുടെ വാട്സപ്പുകളിലേക്കും വന്നിരിക്കും. കാരണം ഒരുപാട് പേര് ഒരുപാട് ഇല്ലായ്മയെ ഉണ്ടാക്കി പറഞ്ഞ് ഇതിൻ്റെ താഴത്തെ ക്യാപ്ഷൻ ഇട്ട് കൊടുത്തതാണ്. സത്യത്തിൽ ഇത് ഒരു ഉസറുള്ള പള്ളിയിൽ നടന്ന ഒരു സംഭവമാണ്. ബാംഗ്ലാദേശിലാണ് ഈ ഒരു സംഭവം നടന്നത് എന്നാണ് കൃത്യമായ രീതിയിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. സംഭവം അവിടെ ഒരു പ്രവാഹമുണ്ടായി. അങ്ങനെ പള്ളിയിലേക്ക് വെള്ളം കടന്നു വന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ഇവർക്ക് സുജൂദ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഈ രീതിയിൽ സുജൂദ് ചെയ്തത്. ഇതിനെ വേറെ രീതിയിൽ ചിത്രീകരിച്ച് ഇസ്ലാമിലില്ലാത്ത ഒരു പുതിയ രൂപത്തിൽ നിസ്കാരമുണ്ടാക്കി എന്നൊക്കെ ഒരുപാട് രീതിയിലാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ വാർത്ത സഞ്ചരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഈ വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഇതിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴത്ത് എഴുതിയിട്ടുള്ള ക്യാപ്ഷൻ എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കണം, വായിക്കണം. വായിച്ചുകൊണ്ട് അവിടെ വേറെ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെ തിരുത്തിയായിരിക്കണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത്. അല്ല എങ്കിൽ ഷെയർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുടെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് പറഞ്ഞു തരണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആശിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാഹു തആല ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുവാൻ, മുത്തനബി തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുവാനും അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന ദുആവസ്യത്തോടു കൂടെ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.